സംസ്ഥാന പോലീസ് മേധാവിയെ നാളെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. റവാഡ ചന്ദ്രശേഖരനാണ് സാധ്യത. ഇക്കാര്യം സർക്കാർ റവാഡയെ അനൌദ്യോഗികമായി അറിയിച്ചതായും സൂചനകളുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, 3 പേരുകളാണ് UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. അതിന് പുറത്തേക്ക് ഒരുപക്ഷെ ചർച്ചകൾ നീങ്ങിയേക്കുമോ? പ്രത്യേകിച്ച് മനോജ് എബ്രഹാം, അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാർ, ഈ പേരുകൾ ആദ്യം കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ റവാഡയിലേക്ക് സർക്കാർ എത്തുകയാണോ? ആര്യ, UPSCയുടെ 3 പേരടങ്ങുന്ന ചുരുക്കപ്പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിൽ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയുമാണ് ആ പട്ടികയിലുള്ളത്. ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ. ഈ 3 പേരിൽ ആരെ തീരുമാനിക്കണം എന്നത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടാവുക. മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ഈ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുള്ളത്. ഇതിൽ റവാഡ ചന്ദ്രശേഖരന് മുൻഗണന നൽകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അദ്ദേഹത്തോട് നാളെ സംസ്ഥാനത്തേക്ക് എത്താൻ അനൗദ്യോഗികമായൊരു നിർദ്ദേശം നൽകിയതായി സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ റവാഡ ചന്ദ്രശേഖരൻ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ലെങ്കിൽ നിതിൻ അഗർവാളിനാണ് സാധ്യതയുള്ളത്. ഈ പട്ടികയ്ക്ക് പുറത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നടപടിക്രമ പ്രകാരം അത് വിദൂര സാധ്യതകളാണുള്ളത്. അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റവാഡ ചന്ദ്രശേഖരനെ തീരുമാനിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് അത് CPM-ൽ അതുപോലെ തന്നെ ഇടതുമുന്നണിയിൽ എങ്ങനെ ഒരു സമവായം ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം റവാഡ ചന്ദ്രശേഖരൻ നേരത്തെ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ അദ്ദേഹം കണ്ണൂർ ASP ആയിരുന്നു. ആ വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. പിന്നീട് ആ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തു. 2012-ൽ അദ്ദേഹത്തെ ഹൈക്കോടതി ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ട ആ രാഷ്ട്രീയ സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ഇടതുമുന്നണി തന്നെ ഭരിക്കുമ്പോൾ വരുന്നത് അഭികാമ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം പാർട്ടിക്കകത്തുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നിതിൻ അഗർവാളിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതായാലും റവാഡയോട് കേരളത്തിലേക്ക് എത്താൻ അനൗദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ റവാഡയ്ക്ക് മുൻഗണന ലഭിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതല്ലാതെ മറ്റ് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു നിന്നൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. കാരണം അങ്ങനെ വന്നാൽ ഈ 3 പേരും ഒരു പക്ഷേ കോടതിയെ സമീപിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊരു നിയമപ്രശ്നമായി മാറുകയും ചെയ്യും. അത്തരം സാഹചര്യത്തിന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കാനുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം നാളെ രാവിലെ ഓൺലൈനായിട്ട് ചേരും.